യന്ത്രങ്ങൾ കൈയടക്കിയ പാടങ്ങളിൽ പാരമ്പര്യത്തിന്റെ കൈപിടിച്ച് കാളപൂട്ടുമായി ഇന്നും സജീവമായ ഒരു കർഷകനെ പരിചയപ്പെടാം. കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ സ്വദേശിയായ രാജനാണ് ആ കർഷകൻ. കാളപൂട്ടി കൃഷിയിടമൊരുക്കി 3 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും സജീവമാണ് ഇദ്ദേഹം. പുതിയ തലമുറയ്ക്ക് ഇനി നാളുകളിൽ കാണാതാവുന്ന ഒരു തൊഴിൽ അങ്ങനെ കൈവിട്ടൊരു കളിയും രാജനില്ല. വിഷുക്കാലത്തെ പച്ചക്കറി കൃഷിയുടെ ആദ്യ ചുവട് ഇന്നാട്ടുകാർക്ക് രാജനിലൂടെയാണ്. കൃഷിയാണ് നമ്മൾ പ്രധാനം. കുറേ വയൽ കൃഷി ഉണ്ടാക്കും, കുറേ വളപ്പിൽ, കുറേ വാഴ, കുറേ പൂള, അങ്ങനെല്ലാം ഇങ്ങനെ കൃഷി ചെയ്യും. പച്ചക്കറിക്ക് ഇത് കൊടുക്കും. പിന്നെ നെല്ല് കൃഷി, ഞാട്ടിപ്പണിക്ക് ആയിട്ടുള്ള കൃഷി തന്നെയാണ് അധികവും കൂടുതൽ എടുക്കുക. ഇതിപ്പം പച്ചക്കറിക്ക് വേണ്ടിയാണ് ഇവർക്ക്. ഇനിയിപ്പം നാളെ ദിവസം പച്ചക്കറിക്ക് പോകാനാണ്. അങ്ങനെ കുറേ കൃഷി ചെയ്യും പച്ചക്കറിയിലായിട്ട്. അതിരാവിലെ കാളയും കാളപൂട്ട് ഉപകരണങ്ങളുമായി കൃഷിസ്ഥലത്തെത്തുന്ന രാജൻ നടുവണ്ണൂരുകാരുടെ സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ ഒരു കാലത്ത് നമ്മുടെ വയലേലകളിൽ നിരവധിയുണ്ടായിരുന്ന ഈ കാഴ്ച ഇന്ന് ഏതാനും പേരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. മനുഷ്യാധ്വാനം യന്ത്രം ലഘൂകരിക്കുന്ന കാലത്ത് കാളപൂട്ടി എന്തിന് സമയം കളയുന്നുവെന്ന് രാജനോട് ചോദിക്കരുത്. അദ്ദേഹത്തിനിത് പാരമ്പര്യത്തിൻ്റെ ശേഷിപ്പുകളിൽ ഉപജീവനം സുരക്ഷിതമാക്കാനുള്ള വഴിയാണ്. കൃഷിയെ സ്നേഹിക്കുന്നവരെ സൃഷ്ടിക്കാനുള്ള ഒരു പ്രയത്നം കൂടിയാണിത്. ഞാനൊരു 20 വയസ്സ് അമ്മ തുടങ്ങിയേക്കും. ഇപ്പം രാവിലെ ഒരു 6:30 കുട്ടിയാൽ ഒരു 10 മണി വരെ പോകും. ഇപ്പം പണി അത്യാവശ്യമുണ്ട് നമുക്കത്. മറ്റെല്ലാവർക്കും പണിയില്ല. ഈ മേഖലയിൽ നല്ലൊരു വിട്ടുപോയി. ഞാനിങ്ങനെ കുറേ ഇങ്ങനെ കൊണ്ടടക്കുകയാണ്. ഇപ്പം മൂരിയൊക്കെ വില വാങ്ങാനുള്ള ഇത്, പിന്നെ അതിൻ്റെ ചിലവുകളൊക്കെ, പിന്നെ നമുക്കതിന് സുഖമില്ലാണ്ട് അതിനെ കഴിച്ച് പുറത്തേക്ക് കെട്ടാനൊന്നും ആളില്ല. അങ്ങനെയെല്ലാമുള്ള ഓരോ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് വിവിധയിനം പച്ചക്കറികൾക്ക് നിലമൊരുക്കുകയാണ് രാജനിപ്പോൾ. വിഷുക്കാലത്തെ വിഭവമൊരുക്കാൻ പാടങ്ങളിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നു. കാളപൂട്ടലിൻ്റെ ഒഴിവു സമയങ്ങളിൽ കർഷകനായ രാജൻ മറ്റു ചില കൃഷികളിലും സജീവമാണ്. പശുവും ആടുമൊക്കെ മറ്റ് വരുമാന മാർഗങ്ങളാവുമ്പോഴും കാളപൂട്ടി നിലമുഴുന്ന ജോലിയിൽ എന്നും സജീവമാകുമെന്നാണ് രാജൻ ഉറപ്പു പറയുന്നത്.